പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പത്തനംതിട്ട CPMന്റെ പേജിൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണ വീഡിയോ വന്ന സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി CPM. പത്തനംതിട്ട SP-ക്ക് ഇമെയിലായിട്ടാണ് പരാതി നൽകിയത്. പരാതി സൈബർ സെല്ലിന് കൈമാറുമെന്ന് പത്തനംതിട്ട SP അറിയിച്ചു. FB പേജ് ഹാക്ക് ചെയ്തുവെന്നാണ് പരാതിയിൽ CPM വ്യക്തമാക്കുന്നത്. പേജിന്റെ അഡ്മിന്മാരിൽ ഒരാൾ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന വിവരം പുറത്തു വന്ന ശേഷവും ഹാക്ക് ചെയ്തെന്ന പരാതി ആവർത്തിക്കുകയാണ് CPM. വീഡിയോ FB പേജിൽ വന്നതിന് പിന്നാലെ അഡ്മിൻ പാനലിലും അഴിച്ചുപണി നടന്നിരുന്നു. അഡ്മിൻ പാനലിലുള്ളവരെ മാറ്റിക്കൊണ്ടാണ് അഴിച്ചുപണി. വീഡിയോ അപ്ലോഡ് ചെയ്തത് അഡ്മിന്മാരിൽ ഒരാൾ തന്നെയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. സംസ്ഥാനത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകി ജലവിമാനം കൊച്ചിയിൽ നിന്ന് പറന്നുയർന്നു. ടൂറിസം വികസനത്തിന് കരുത്തേകി ബോൾഗാട്ടിയിൽ നിന്ന് പറന്നുയർന്ന സീപ്ലെയിൻ മാട്ടുപ്പെട്ടി ഡാമിലാണ് ലാൻഡ് ചെയ്തത്. പരീക്ഷണ പറക്കൽ വിജയകരമായതോടെ ടൂറിസം രംഗത്ത് വമ്പൻ കുതിപ്പാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, P രാജീവ്, V ശിവൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മന്ത്രിമാരും സീപ്ലെയിനിൽ യാത്ര ചെയ്തു. ജനസാന്ദ്രത സംസ്ഥാന വികസനത്തിനൊരു തടസ്സമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. DNA ടെസ്റ്റിംഗ് കമ്പനി ഉപഭോക്താക്കളുടെ ബയോമെട്രിക്സ് ഉൾപ്പെടെയുള്ള ഡാറ്റയുമായി മുങ്ങിയെന്ന് പരാതി. ലണ്ടനിൽ പ്രവർത്തിക്കുന്ന റഷ്യൻ ബന്ധമുള്ള അറ്റ്ലസ് ബയോമെഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. ജനിതക ഘടന, ചില രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് DNA പരിശോധിച്ച് വിവരം നൽകുന്ന കമ്പനിയാണിത്. ബയോമെട്രിക്സ് ഉൾപ്പെടെയുള്ള തങ്ങളുടെ ഡാറ്റ കമ്പനിയുടെ കയ്യിലുള്ളതിനാൽ ഉപഭോക്താക്കൾ ആശങ്കയിലാണ്. കമ്പനി പൊടുന്നനെ അപ്രത്യക്ഷമായതിനെക്കുറിച്ച് പരാതി ലഭിച്ചതായി വിവരാവകാശ കമ്മീഷണറുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. സ്വകാര്യ വിവരങ്ങൾ കമ്പനികൾ സുരക്ഷിതമായും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ടെന്ന് വിവരാവകാശ കമ്മീഷണർ പ്രതികരിച്ചു. സ്വർണ്ണവിലയിൽ വമ്പൻ ഇടിവ്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഇന്ന് 440 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 58,000-ൽ നിന്ന് താഴേക്ക്. ശനിയാഴ്ച 80 രൂപ കുറഞ്ഞിരുന്നു. ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില 57,760 രൂപയാണ്. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തി ചരിത്രം കുറിച്ച സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ന് സമാപിക്കും. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇത്തവണത്തെ മേളയുടെ ആകർഷണമായ ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി മുഖ്യമന്ത്രി ജേതാക്കൾക്ക് സമ്മാനിക്കും. എറണാകുളം വിദ്യാഭ്യാസ ജില്ലയിലെ കേരള സിലബസ് സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അവസാന ദിവസമായ ഇന്ന് 18 ഫൈനലുകൾ നടത്തും. മത്സരങ്ങൾ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അത്ലറ്റിക്സ് മലപ്പുറവും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. IAS പോരിൽ സർക്കാർ കടുത്ത നടപടിക്കിറങ്ങുമ്പോൾ വീണ്ടും പരിഹാസ പോസ്റ്റുമായി N പ്രശാന്ത് IAS. കർഷകനാണ് കള പറിക്കാൻ ഇറങ്ങിയതാ എന്ന ലൂസിഫർ സിനിമയിലെ ഡയലോഗ് അടങ്ങുന്ന പോസ്റ്റാണ് പോസ്റ്റായി പങ്കുവച്ചത്. കളകളെ ഇനി ഭയപ്പെടേണ്ടെന്ന ഉള്ളടക്കമുള്ള കാംകോയുടെ പോസ്റ്റാണ് പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ടത്. ബന്ധം തകർക്കാൻ കാമുകിയെ അമേരിക്കയിലേക്ക് അയച്ചതിന് പിതാവിന് നേർക്ക് വെടിയുതിർത്ത യുവാവ് അറസ്റ്റിൽ. ഹൈദരാബാദിലാണ് സംഭവം. ബൽവീന്ദർ സിംഗ് എന്ന പ്രതി എയർഗൺ ഉപയോഗിച്ചാണ് കാമുകിയുടെ പിതാവിനെ ആക്രമിച്ചത്. ഒരു റൗണ്ട് വെടിവെച്ച് ബൽവീന്ദറിന്റെ ആക്രമണത്തിൽ കാമുകിയുടെ പിതാവിന്റെ വലത് കണ്ണിന് പരിക്കേറ്റതായി പോലീസ് പറഞ്ഞു. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 2025 മെയ് 13 വരെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരും. ചേലക്കര പിടിക്കാമെന്നത് UDFന്റെ വ്യാമോഹമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ KPCC അധ്യക്ഷൻ K സുധാകരൻ. മുഖ്യമന്ത്രിക്ക് വസ്തുത മനസ്സിലാക്കാനുള്ള കഴിവില്ല. 28 വർഷം ഭരിച്ചിട്ടും ഒരു ചുക്കും ചുണ്ണാമ്പും മണ്ഡലത്തിലില്ല. ചേലക്കര UDF പിടിക്കുമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 8 വർഷം സംസ്ഥാനം ഭരിച്ചിട്ട് പിണറായി എന്ത് ചെയ്തു? സീപ്ലെയിൻ പദ്ധതി UDF കൊണ്ടുവന്നതാണ്. അന്നിവർ കുറെ കുറ്റം പറഞ്ഞുവെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സീപ്ലെയിൻ UDFന്റെ കുഞ്ഞാണെന്ന് K മുരളീധരനും പ്രതികരിച്ചു. രാജ്യത്ത് ബുർഖ നിരോധനം നടപ്പിലാക്കാൻ ഒരുങ്ങി സ്വിറ്റ്സർലൻഡ്. 2025 ജനുവരി 1 മുതൽ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും. ഇതോടെ ബുർഖയും നിഖാബും പോലുള്ള മുഖാവരണങ്ങൾ നിരോധിച്ച രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് സ്വിറ്റ്സർലൻഡും ചേരും. അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.